Hello, welcome to my YouTube channel. For anyone new here, I'm Kavya and I share everyday lifestyle content on Instagram. And actually, this is not a brand new channel. ഞാൻ ഇതിനു മുന്നേ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്, ഷൂട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഈ ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് 2020-ലാണ്. അന്ന് തൊട്ട് ഞാൻ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും. പക്ഷെ ഇടാറില്ല കേട്ടോ. എവിടെയോ എന്തോ ഒരു കാരണം കൊണ്ട് ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന പോലെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇടുന്നല്ലാണ്ട് ഒരു കൈൻഡ് ഓഫ് വ്ളോഗ് വീഡിയോ ഒന്നും ഞാൻ ഇതേവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോ തന്നെ എനിക്ക് എന്തോ ആരോ ഇരുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്തോ ഉള്ളിലിരുന്ന് ഇങ്ങനെ പുറകേക്ക് ഇങ്ങനെ വലിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് കുറെ വീഡിയോസ് ഒന്നും എടുക്കും എന്നല്ലാണ്ട് കുറെ എഡിറ്റ് ചെയ്യാറ് പോലും ഇല്ലായിരുന്നു. ഞാൻ ചെയ്താൽ ശരിയാവൂ, കുറെ ഇൻസെക്യൂരിറ്റി ആയിരുന്നു. ഞാൻ ചെയ്താൽ ശരിയാവൂ, എന്റെ സൗണ്ട് കൊള്ളില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയാ കുറെ ഇൻസെക്യൂരിറ്റീസ് ആയിരുന്നു. ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വീഡിയോയുടെ ആദ്യം തന്നെ വന്ന് ഞാൻ നെഗറ്റീവ് അടിക്കൊന്നുമില്ല. But this is me, not an introvert, but an ambivert with a lot of insecurities. And ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ എവറിഡേ ലൈഫ്. അല്ലാണ്ടൊന്നുമില്ല, അതൊക്കെ തന്നെ. ആൻഡ് ഇഫ് യു ആർ ഹിയർ സീയിങ് ദിസ് വീഡിയോ and this will be my first ever YouTube vlog which is posted. പിന്നെന്താ, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ്. ഇവിടെ വന്നിട്ട് കുറെ ഒന്നും ആയിട്ടില്ല. ഞാനൊരു 1 year ഒക്കെ ആവുന്നേ ഉള്ളൂ ഞാൻ കാനഡയിൽ വന്നിട്ട്. അപ്പോ ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പൊ ഇന്ന് കുറച്ച് സമയമൊക്കെ കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. ഇതെങ്കിലും പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതെന്റെ ഫസ്റ്റ് വ്ലോഗ് ആയിരിക്കും. ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ റീസൺ അതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ കുറെ കാലമായി ശരിക്കും ഇന്ന് എടുക്കാം നാളെ എടുക്കാം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കണം. ഞാൻ പറഞ്ഞില്ലേ വർഷങ്ങളായി. 2020 സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. ഇതുവരെ ഞാനൊന്നും എടുത്തു എന്നല്ലാതെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് അതിനൊരു പുഷ് കിട്ടിയത്. അപ്പോ ആ പുഷിന്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു, 1-2 ഓൺ വോയിസ് വീഡിയോ ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, ഇവരൊക്കെ വന്ന അഭിപ്രായം പറയാക്കെ. അപ്പൊ എനിക്ക് അറിയാലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ പ്രതീക്ഷിച്ചവരൊന്നും അതിനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറച്ച് പേര് വന്നിട്ട് അതിന് മെസ്സേജ് അയച്ചു എനിക്ക്. അപ്പൊ ഞാനത് കണ്ടപ്പോൾ ഹാപ്പി ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തിനാ ഇപ്പൊ എനിക്ക് വന്നിട്ട് മെസ്സേജ് അയക്കുന്നേ, ഇവരൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? എനിക്ക് ഭയങ്കര ഒരു സെൽഫ് ഡൗട്ട് ആയിരുന്നു. ബിക്കോസ് എനിക്ക് തന്നെ ഇപ്പോഴും എന്റെ സൗണ്ടിൽ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. എന്റെ വീഡിയോസ് ഞാൻ തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ആലോചിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഡെയിലി കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തവര് ഇങ്ങനെ എനിക്ക് വന്ന് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് മിണ്ടാതിരുന്നാൽ പോരെ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ശരി ഒരു വ്ലോഗ് ഇട്ടേക്കാം. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഞാൻ ആർക്കും അറിയില്ല. എന്തത് എനിക്ക് മാത്രം അറിയുന്ന കാര്യം. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതെങ്കിലും പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്കൊരു തോന്നല് അത്ര ഉണ്ട്. അപ്പൊ ഞാനൊരു വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് കുറച്ച് സംസാരിക്കാനും ഫ്രീ ആയിട്ടൊരു ഓഫ് ഡേ കിട്ടിയപ്പോ ഞാനിതിന് ഇരുന്നു. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ഇല്ല. വൈകിട്ടൊന്ന് പുറത്ത് പോകണോ, കുറച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ട്. അത് വൈകിട്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്യാം. എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യും. പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം. അത്രയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ. അപ്പോൾ വൈകുന്നേരമായി. നമ്മൾ രണ്ടാളും റെഡി ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ കണ്ണൂൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് എവിടെയെങ്കിലും ഒന്ന് സ്പെൻഡ്, ഓവർ നൈറ്റ് അല്ല എന്നാലും ഈവനിങ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഞാനവിടെ പനി പിടിച്ച് കിടക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ശരിയാ, കണ്ണന് പനിയായിരുന്നു. പനി പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പോൾ ഗുളികയൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ആശാൻ. അപ്പോൾ നമ്മളിപ്പോൾ അവൻ്റെ വീട് എത്താറായിട്ടുണ്ട്. അപ്പം ഇനി അവിടെ പോകണം, അവനെ പിക്ക് ചെയ്യണം. എവിടെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ ഫുൾ പ്ലാനിങ് ഫുള്ള് അവൻ്റെ വകയാണ്. അപ്പോൾ അവൻ വന്നിട്ട് കാണാം. അപ്പോൾ ജിതിൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വരികയായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഏതോ ഒരു കാട്ടിൽ കൊണ്ടുപോകാന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു അവിടെ ചെന്നിട്ട് നമ്മൾ വിചാരിച്ചു അവിടെ ചെന്നിട്ട് കുറച്ച് ബാർബിക്യൂ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നാളെ എല്ലാവർക്കും വർക്കുള്ള ദിവസമാണ്. അപ്പോൾ
ഓവർനൈറ്റ് സ്റ്റേ ഒന്നും ക്യാമ്പിങ് അങ്ങനത്തെ ഒന്നും പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അതിന് വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പോവുക, ബാർബിക്യൂ അടിക്കുക, രാത്രിയാവുക, തിരിച്ചു വരിക. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇവർക്ക് എന്തോ ബാർബിക്യൂവിൻ്റെ ഗ്രില്ല് സംഭവങ്ങളൊക്കെ കഴുകണം എന്ന് പറഞ്ഞു. ബിക്കോസ് അത് മുന്നേ ഉപയോഗിച്ച് വെച്ചതാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് കഴുകാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴുകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിതിൻ. ഇതാ മൂപ്പരാണ് ഇന്നത്തെ നമ്മുടെ ടൂർ ഗൈഡ്. ഏതോ സീക്രട്ട് സ്പോട്ടിക്ക് കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. എന്ത് ഇത്രയും കാലം എടുത്ത വീഡിയോ ഒന്നും വന്നിട്ടില്ല. ഇതും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ഇവൻ പറഞ്ഞു അതില് നീന്തൽ പഠിക്കാൻ പറ്റുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചു. പക്ഷെ ഞാൻ ചോദിച്ചു ഇതിൽ ഓട്ടയില്ലേ, അപ്പൊ വെള്ളം കേറില്ലേന്ന്. പക്ഷെ ഇവൻ പറഞ്ഞു ഇതില് പൊങ്ങി കിടക്കാനൊന്നും പറ്റില്ല, ഇത് കുട്ടികൾക്ക് പറ്റിയായിരിക്കും. അല്ല, ഞങ്ങൾ അന്ന് എവിടെയോ സ്വിമ്മിങ്ങിന് പോയപ്പോ ഏതൊക്കെയോ പിള്ളേരില് തൂങ്ങി കിടക്കണോണ്ട്. അപ്പൊ എനിക്ക് നീന്തൽ അറിയാത്തോണ്ട് അവൻ പറഞ്ഞു ഇത് വാങ്ങിച്ചാൽ വന്നിട്ട് നീന്തൽ പഠിക്കാം. ഈ മണ്ടന്റെ വാക്യം കേട്ടിട്ട് ഞാനത് വിശ്വസിച്ച് ഞാനത് വാങ്ങി വണ്ടി. ഈ റോഡില് നമ്മുടെ ഇത് അങ്ങനെ അങ്ങോട്ട് പോട്ടെ വഴി. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ കടയിൽ വന്നിരിക്കുകയാണ്. സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കാണാം. ബാർബിക്യൂ ഉണ്ടാക്കാൻ പോയത് ഞങ്ങൾ സ്ഥലത്താറായി. പക്ഷെ ചിക്കൻ വാങ്ങാൻ ഗ്രില്ല് എല്ലാം സെറ്റാണ്. പക്ഷെ ചിക്കൻ വാങ്ങാൻ പറഞ്ഞേ അവിടെ എത്തിയിട്ടാണ് ഓർമ്മ. അന്ന് നമ്മൾ ഇരുന്ന പോലത്തെ സ്ഥലല്ലേ? എവിടെ ഇരുന്ന് നിങ്ങളന്ന് ക്യാമ്പിങ്ങിന് പോയപ്പോ അതേപോലെ അതാണ് ഞാൻ കാനഡയിൽ പോയിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലം. ബാക്കി എല്ലാം കാടാ. ഏതോ കാട്ടിക്കാണ് പോകുന്നത്. ഞാൻ അങ്ങനെ മലഞ്ചെരുവില്ല, മലഞ്ചെരുവ് ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ കിടന്നു തുടങ്ങിയിട്ട് അന്നെ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോണ്ടേന്ന് പറഞ്ഞോണ്ടാണ് ആ പുല്ല് കൊണ്ടുപോയത്. എന്തിനാ എന്നെ കാട്ടിൽ കൊണ്ടുപോയി കിടത്തത് ആലോചിച്ചിട്ട് 3 മണിക്ക് ബാർബിക്യൂന് പോവാന്ന് പറഞ്ഞ നമ്മളാണ് 5:30 മണിയായി. 2-3 കട കയറി, ഇതുവരെ ബാർബിക്യൂ ചെയ്യാനുള്ള ചിക്കൻ കിട്ടിയിട്ടില്ല. പിന്നെ എന്താ ചെയ്യാതൊന്നും അറിയില്ല. പിന്നെ അടുത്ത കടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കിട്ടിയാ എന്ത് അല്ല, അത് ഞാൻ വേറെ സ്വിമ്മിങ്ങിന് പോകാൻ വേണ്ടി വെച്ചതാ. ഇനി അടുത്ത് കടയൊന്നും ഇല്ല ഇത്ര. എടാ അതാ അവിടെ ഒരു. അപ്പോൾ എങ്ങനെയൊക്കെയോ സാധനങ്ങളൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഒപ്പിച്ച് സ്ഥലത്തേക്ക് പോകും. എത്താറായില്ലേ? സമയം അല്പം വൈകിയെങ്കിലും അല്പം ചെറുതായിട്ട് 3 മണി എന്ന് പറയുന്നത് 6:30 വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ അന്ന് ട്രയലിന് വന്ന വഴി പോലെ ഉണ്ടല്ലോ. അന്ന് നമ്മള് സർപ്രൈസ് അല്ല, നമ്മളന്ന് ട്രയലിന് വന്നില്ലേ? ഇവിടെ ഈ കാർ പാർക്ക് ചെയ്ത് അവിടെയാണ് കാർ പാർക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാ, അങ്ങനെ ഇറങ്ങാം. ഇങ്ങനെ ഇറങ്ങുമ്പോ കയറില്ലേ, കയറില് തൂങ്ങിയിട്ട് വേണം. കയർ തൂങ്ങിട്ടോ? അതിന് കയറില്ലല്ലോ. കയറവിടെ കെട്ടിയിട്ടുണ്ടാരോ? നമ്മളത് കൂടെ പോന്നേ? അല്ലല്ല, നമ്മുടെ കയ്യിൽ സാധനം ഉള്ളതുകൊണ്ട് നമ്മള് നേരായ വഴി. ഓക്കെ. എടാ മഞ്ചാടിക്കുരു ഒക്കെ നിലത്ത്. ഇവിടെ മഞ്ചാടിക്കുരു ഒക്കെ ഉണ്ടോ? ഇതാണോ സ്ഥലം? ഇത് കണ്ടിട്ട് ഒരു ക്യാമ്പിംഗ് സ്ഥലം പോലെ ഉണ്ടല്ലോ. ആ കാടിന്റെ ഉള്ളിലോ? അല്ല, അപ്പൊ നിങ്ങൾക്ക് ക്യാമ്പിങ്ങിന് പോണ 2 ആൾക്കും അറിയില്ലേ ടോർച്ച് വേണമെന്ന്? അപ്പൊ നിങ്ങൾക്ക് ആ കാഴ്ച കിട്ടുമോ? ഗ്രൗണ്ടിൽ കൂടെ വന്ന കാഴ്ച കിട്ടുമോ? ഓ, ഇപ്പൊ ഇത് കൂടെയാണോ? അതല്ലേ നമ്മുടെ കാറ്. പിന്നെ കാഴ്ച കാണാൻ അപ്പൊ പിന്നെ വീഡിയോ എടുക്കണത്. ഈ സാധനങ്ങളൊക്കെ തൂക്കി കാഴ്ച കാണാൻ സാരല്ലേ, പോട്ടെ. സാരല്ല, കാഴ്ച കാണാനും നല്ലൊരു കാഴ്ച.
ഇവിടുന്ന് എങ്ങാ ഉരിച്ച സുഖമായിട്ട് എത്താം. പഴോ? ആ അങ്ങനെയാണോ ഓരോരുത്തരും മരിക്കണം, കണ്ണി കണ്ടൊക്കെ തിന്നിട്ട്. ഇതൊരുമാതിരി ചോര ഇറങ്ങണ പോലെ ഉണ്ടല്ലോ, യൂട്ടേണും പിന്നൊക്കെ ആയിട്ട്. ഭാഗ്യ 2 ആൾക്കാരൊക്കെ കണ്ടു. അമ്മി കണ്ടു നോക്കി. ഹായ്. എന്താ നിക്കണ്ടേ ഇപ്പൊ? ഒന്ന് ഈ തോളത്ത് ഒന്ന് ഈ തോളത്ത് ഇട്ടാലോ എങ്ങനെ ഉണ്ടാവും? അടുത്ത ആഴ്ച ഒരു ജംഗിൾ വാക്കിൽ വരണം. ഈ കാടിന്റെ ഉള്ളിൽ കൂടെ ഒരു 11 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ ഈ പുഴ പോയിട്ട് ഒണ്ടാരിയിലേക്ക് ചേർന്ന ഒരു അഴിമുഖമുണ്ട്. അടിപൊളി ഭംഗിയത്. കാടിന്റെ ഉള്ളിൽ കൂടെ പക്ഷെ നടക്കണം, കൊറേ നടക്കാണ്ടത്. കാടിന്റെ ഉള്ളിൽ കൂടെ ഏറോപ്ലെയിൻ ഒഴിക്കണം. പണ്ട് വേനൽക്കാലായിരുന്നപ്പോഴേ അതെ മറ്റേ ഫോളിന്റെ സമയത്ത് ഞങ്ങൾ ഈ ഇതുണ്ടല്ലോ, ഇത് ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് അവിടെ പോയിരിക്കും. അത് വേറെ വൈബായിരുന്നു ആ കല്ലിന്റെ അവിടെ. ഇത് കൂടെ തിരിച്ചു വരാൻ വഴി അറിയില്ലല്ലോ. ആ വഴിക്കറിയാം, കണ്ണ് കാണാൻ പറ്റുന്ന നേരത്താവില്ല. എന്താ ഇന്നലെ ഫ്ലാഷ് അടിച്ച് വരാൻ പറ്റില്ല അല്ലേ? മൃഗങ്ങളൊന്നും ഉണ്ടാവില്ലല്ലേ? ചിലപ്പോ കയോട്ടി ഉപദ്രവിക്കോ? സീരിയസ് ആയിട്ട് പറയാം, ഞാൻ കാര്യമായിട്ടാ ചോദിക്കണേ. ഞാൻ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവര് കൂട്ടത്തോടെ ആണെങ്കിൽ നമ്മളെ കളിക്കും. എനിക്ക് പാല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പുഴ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് സ്പോട്ട് കാണിക്കാനാണ് വഴി തിരിച്ചു പോണത്. ഈ നടത്തൊക്കെ നേരെ നടന്നിരുന്നെങ്കിൽ പറ്റില്ല. കുഴപ്പമില്ല, സ്പോട്ട് കാണാലോ. അയ്യോ ഒന്നിതാണ് ചെറിയൊരു കൊടൈക്കനാൽ വൈബ് കിട്ടും. നെക്സ്റ്റ് ഏതാ അടുത്ത സ്പോട്ട്? അടുത്ത ഇനി കയറിയതൊക്കെ ഇറങ്ങണോ? അല്ല ഇനി ഇതന്നെയാണ് നമ്മൾ വരണ വീണ്ടും കയറണ്ടേ? ഇനി രണ്ടാമതൊക്കെ കയറണ്ടേ? ഗായ്സ്, ജിതിൻ പറയുന്നത് ജിതിനെ കുറിച്ച് പൊക്കിയടിക്കണം എന്നാണ്. ഇറങ്ങുമ്പോ പൊക്കിയടിക്കണം, ഇതന്നെ ഇറക്കാം. ആ അപ്പോ ജിതിൻ ഒരു ബഡ്ഡിങ് വ്ളോഗറാണ് ഗായ്സ്. എന്താ വേഫാറർ വ്ളോഗ്സ്, ഒരു ട്രാവലിംഗ് വ്ളോഗ് ഉണ്ടാക്കാനുള്ള കഠിന പ്രയത്നം നടത്തുന്ന ഒരു ആളെയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇതൊന്നും പുള്ളി ഷൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വാ ഇതോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സീന് കുറച്ച് രാത്രിയും കൂടി ആയാൽ നൈസാവും. ഓ ഇത് മലയുടെ മറ്റൊരു താഴ്വാരൊക്കെ പോലെ. ആ ഒരു വീട് പോലെ. ഇവൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി
അപ്പൊ ഇതാണ് നമ്മുടെ പരിപാടി. ആ ഗ്ലൗസ് ഇട്ട കൈ ഒന്ന് തരുമോ? എനിക്കിനി കൈ ആക്കാൻ വയ്യ. എന്ത് ആ ശരി, നമ്മളൊരു ആ സൈഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ മരത്തിന്റെ മേലെ കയറിയിരിക്കുക. അത് ആർഭാടാവും. ഇത് വരുന്നുണ്ടോ മരത്തിന്റെ മേലെ കയറാനില്ല? പോണം. പക്ഷെ അത് ഒരു മെമ്മറബിൾ മൊമെന്റ് ആയിരിക്കും. ഞാനൊരു സാധനം കാണിച്ചതാണ്. നിങ്ങളൊരാളെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എന്തോ പ്രാന്തിന്റെ പുറത്ത് കയറാൻ പോകുന്നു. അവന് പ്രാന്ത്. മിക്കവാറും എന്റെ ഫോണിൽ ഇപ്പൊ ഒരാളുടെ വീഴ്ച കിട്ടുന്ന ഈ സാധനം പോയി ചേരണത് കൊണ്ടാരി ലേക്കില. ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ സാധനവും കൊണ്ടാരി ലേക്കിലല്ലേ ചേരുള്ളൂ. അത് പറഞ്ഞിട്ട് വേണം മൗനം വിദ്വാനും പൂഷണം. നമ്മുടെ വേറെ ലേക്ക് പറഞ്ഞു ചേർക്കാൻ ഇല്ല. ഈ പറഞ്ഞു തന്നെ കറക്റ്റ്. ഒരു ബ്ലോവർ വാങ്ങണം അത്യാവശ്യമായിട്ട്. മറ്റേ സാധനത്തിനൊക്കെ എന്താ കിട്ടുന്ന നല്ലത്? ഈ ഗ്രില്ല് നമ്മുടെ അതല്ല, അന്ന് നമ്മൾ കണ്ടതിനൊക്കെ നല്ല ഇതാണ്. പണ്ട് ഞങ്ങൾ പുറത്തിനേക്കാൾ വലിയപ്പോ കൂടിയിട്ടുള്ള അന്ന് ഈ ഇപ്പോഴെങ്കിലും വീഡിയോ സത്യം പറഞ്ഞു ഇങ്ങനെ കൂടുതലായിട്ട് ആരാ? ആകെ സ്ഥലം കണ്ടുപിടിക്കാൻ പോയാലോന്ന് ചോദിച്ചു വിളിച്ചതാണ്. പക്ഷെ കൊണ്ടയില്ലേ നിങ്ങൾ അപ്പുറത്തെ പറമ്പിൽ കിടക്കാനല്ലേ പോയത്? സത്യം പറഞ്ഞു ആ വെയിലും കൊണ്ടിട്ട് ആ പറമ്പിൽ ചിറി വിളിച്ച് കയറാൻ തുടങ്ങി. നല്ല രസമായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്തൊരു ഈവനിങ് ആയിരുന്നു അത്. അങ്ങനെ കുറേയൊന്നും വീഡിയോ തന്നെ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് നല്ല ഇരുട്ടായി. ഞങ്ങളുടെ പരിപാടിയൊക്കെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതും ഒന്നും വീഡിയോ എടുക്കാനേ പറ്റിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിലൊക്കെ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഈ ഇരുട്ടത്തുനിന്ന് എങ്ങനെയെങ്കിലും വണ്ടി എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ അപ്പത്തെ ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇരുട്ടത്ത് അവർക്ക് വെളിച്ചം കാണും, എല്ലാം ചെയ്യാൻ പറ്റും. ഞങ്ങൾ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഭയങ്കര ഇരുട്ടത്തായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആ കാണുന്ന ഇരുട്ടത്ത് നീങ്ങോട്ട് ഞാൻ കാണിച്ചതാ. ഈ ക്യാമറയ്ക്ക് നോക്ക്, പെട്ടെന്ന് നീല കണ്ടോ? ഞാൻ വിചാരിച്ചൊരാളാണ്. ഇവരെല്ലാരും എന്നെ രണ്ടാൾക്കാര് വന്ന് നമ്മളടുത്ത് സംസാരിച്ചു. അവരെടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. അപ്പൊ അവരെങ്ങനെ പോയത്? അനക്ക് വിളിച്ചില്ലാണ്ട് അവര് പറഞ്ഞില്ല. ഞാൻ ഈ കാട്ടുകൂടെ ഒരു 30 വട്ടം പോയിണ്ടാവും. എന്നെ കൊണ്ട് ഇപ്പോഴും വിളിച്ചില്ലാണ്ട് ഈ കാട്ടുകൂടെ വരാൻ പറ്റില്ല. അപ്പൊ അവരെങ്ങനെ വന്നിട്ടുണ്ടാവും? അവര് പറഞ്ഞില്ല ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. അതാണ് അവര് പറഞ്ഞത്, ഞങ്ങളുടെ സ്ഥലമാണ് അവരുടെ. അതിൽ നമ്മളാണ് അവരുടെ സ്ഥലത്ത് പോയത്, അല്ലാണ്ട് അവർ നമ്മുടെ സ്ഥലത്തേക്കല്ല വന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കണ്ട. അത് ആ സംഭവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ഞങ്ങൾ ആ സെൻസിൽ എടുത്തോളൂ. പക്ഷെ ഇയാണ് പേടിക്കുന്നത്. പേടിച്ചു എടി നീ കണ്ടത് പ്രേതത്തിനെയാണ്. രണ്ട് ഒരു അപ്പാപ്പനും ഒരു അമ്മാമ്മയും ഞങ്ങള് കാട്ടിക്കൂടെ നടക്കുമ്പോ പിന്നിൽ നിന്ന് വന്നു. പിന്നിന്ന് വന്നിട്ട് പിന്നെന്ന് അവര് ഓളിട്ടു. അപ്പൊ ഓളിട്ടപ്പോ ഞങ്ങൾ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവരെ ഞങ്ങൾ പിന്നിൽ കാണുന്നത്. കണ്ടിട്ട് അപ്പൊ അവര് ഞങ്ങളടുത്ത് പറഞ്ഞു, ഞങ്ങൾ പെട്ടെന്ന് ബാക്കിൽ വന്നിരുന്നാ നിങ്ങൾ പേടിക്കില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ദൂരേനെ ഒച്ചിട്ടതെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു മനുഷ്യന്മാര് ചെയ്യണ കാര്യം. ഇത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? ഞങ്ങളെ പാസ് ചെയ്തു. പ്രേതത്തിന് ശരീരമില്ല, അനക്ക് ശരീരമുണ്ട്. അവർക്ക് ശരീരം ഉണ്ടായിരുന്നില്ലേ? കാണണതല്ലേ?
അഞ്ച് വിചാരിക്കണ പോലെ അവര് നമ്മളെ പാസ് ചെയ്ത് പല്ലും സാരി പോയില്ലേ? എടുത്തിട്ടല്ല അവര് നമ്മളെ പാസ് ചെയ്ത് എന്നിട്ട് അവരെ കണ്ടോ? പാസ് ചെയ്ത് പോകുമ്പോ പാസ് ചെയ്ത് പോയിട്ട് അവരെ കണ്ടോ? ആ ശബ്ദമെങ്കിലും കേട്ടോ? അവര് നമ്മുടെ ലൈറ്റ് കഴിഞ്ഞ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അവരോട് അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞു, ആ ശരി ഞങ്ങളൊന്ന് പാസ് ചെയ്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ അടുത്ത് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ലൈറ്റ് വേണോ? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ലൈറ്റ് ഒന്നും വേണ്ട, ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ സ്ഥലമാണ്, അവരുടെ സ്ഥലത്താണ് നമ്മൾ ഉണ്ടായിരുന്നത്, നമ്മുടെ സ്ഥലത്ത് അവരല്ല. അപ്പൊ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്തിട്ട് അവരെ വഴി കൊടുത്തിട്ട് നമ്മൾ കിടക്കുക. അത് പേടിച്ചില്ല, കാരണം പേടിക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടായില്ല. നമ്മൾ ഒരാൾക്കാരെ കണ്ടു, അവർ ഓക്കെ കാഷ്വലായിട്ട് സംസാരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നെയാണ് ഞാനും ഇവനും ആലോചിക്കുന്നത് എങ്ങനെ ഇവര് വിളിച്ചില്ലാണ്ട്. ഇവരെ പാസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലാഷ് ഓഫ് ആക്കി നോക്കിയപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരെ കാണണ്ടായിരുന്നു. അത് സത്യം. ആ സ്ഥലത്ത് അവര് എങ്ങനെ പോയി, അതും ഈ കുന്നും മലയും കയറി, അതും വയസ്സായ ആൾക്കാർ, അതൊക്കെ ശരിയാണ്. വയസ്സായ ആൾക്കാർ എങ്ങനെ ഇത്ര വേഗം കയറി പോയി എന്നുള്ളൊരു സ്ഥലം. പക്ഷെ അവരെങ്ങാനും വഴി മാറിയിട്ട് സൈഡിലെങ്ങാനും നിന്നിരുന്നുണ്ടെങ്കിലോ? അവര് നമ്മളെ പട്ടാളക്കാരെ വന്നിട്ട് മേജറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞ കഥ കേട്ടോ? അതായത് ഇയാള് മേജറോട്ട് പറഞ്ഞു പാകിസ്ഥാൻകാർ നമ്മുടെ ഇതില് നുഴഞ്ഞു കയറുന്നുണ്ട് ബൗണ്ടറിയിൽ, വേഗം അവിടെ ചെല്ലാന്ന്. അങ്ങനെ ഇയാൾ ഒരു ട്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മേജർ. അപ്പൊ ഇയാൾ പോയപ്പോ ശരിക്കും പാകിസ്ഥാൻകാർ നുഴഞ്ഞു കയറുന്നുണ്ട്. അപ്പൊ ഇയാൾ അതിനെ കാര്യങ്ങളെല്ലാം റിസ്റ്റ് ചെയ്ത് പിന്നെയാണ് ഇയാൾ തപ്പണി ഏത് പട്ടാളക്കാരൻ വന്ന് പറഞ്ഞത് മരിച്ചോ? ഈ മരിച്ച പട്ടാളക്കാരനാണ് ഈ മേജറുടെ അടുത്ത് വന്നിട്ട് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ആൾക്കാർ നുഴഞ്ഞു കയറുന്നുണ്ട്, വേഗം പോയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പൊ ഇങ്ങനെ ഈ പ്രയർ എങ്ങനെ തൊപ്പിയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മേജറുടെ അടുത്ത് പോയത് ഈ വിചാരിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല പ്രയർ. നിങ്ങളിത് എന്റെ അടുത്ത് ഇത് പ്രേതാണ്, അല്ലെങ്കിൽ അവര് നമ്മളെ പാസ് ചെയ്തപ്പോ അവര് പാസ് ചെയ്യണ സൗണ്ട് നീ കേട്ടോ, അല്ലെങ്കിൽ അവര് നടക്കുമ്പോ സൗണ്ട് ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയണ വരെ എനിക്കത് മനുഷ്യന്മാരാണ്. അങ്ങനെ ജിതിന്റെ വീട്ടിലാക്കി ഗൈസ്. ചെറിയ ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഞാനാണ്. ഇതിപ്പോ എത്ര ആയിന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, എന്തൊക്കെയാ ഇന്ന് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ശരിയാണ്, അങ്ങനെ രണ്ടാൾക്കാരെ ഞാൻ കണ്ടു. അത് ഇവർ പറയുന്ന അവർ പറയണം, എനിക്കറിയില്ല. എന്നെ പെട്ടെന്ന് പ്രേതം എന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അങ്ങനെ അധികം ഹൊറർ മൂവീസ് ഒന്നും ഞാൻ കാണാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഇവർ പ്രേതാന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് ആ സംഭവം ഇഷ്ടത്ത് നടക്കാൻ എനിക്ക് എന്തൊരു പേടിയായിരുന്നു. ഇവർ രണ്ടാളും പറയാം അത് തന്നെയാണ് സംഭവം. ശരിയാണ്, അങ്ങനെ ഒരു രണ്ട് മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റില്ല. അത് കൂടെ അത്ര ഇരുട്ട് പറഞ്ഞാൽ ഒരു തുള്ളി വെളിച്ചോ അല്ലെങ്കിൽ നമുക്കൊരു ഇലയോ ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര ഞങ്ങള് മൂന്നാളും ഫ്ലാഷ് ഓൺ ചെയ്തിട്ടും ഞങ്ങൾക്ക് മര്യാദക്ക് കാണാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, അത്രയും ഇരുട്ട്. എന്നിട്ട് ഞങ്ങള് ഇവരിങ്ങനെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കാൻ നോക്കിയപ്പോ ഇവര് പറഞ്ഞു അല്ലെങ്കിൽ നീ ഫ്ലാഷ് ഓഫ് ചെയ്ത് നോക്ക്, എന്നിട്ട് നോക്ക് ഇവിടെ എത്ര ഇരുട്ടാണ്. ഞാൻ ഫ്ലാഷ് ഓഫ് ചെയ്തൊന്നുമില്ല, പക്ഷെ ഫ്ലാഷ് ജസ്റ്റ് ഇങ്ങനെ കൊത്തി പിടിച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇപ്പുറത്ത് നിൽക്കണ ഇവരെന്നെ കാണാൻ പറ്റുന്നില്ല, അത്രയും ഇരുട്ടായിരുന്നു. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു തുള്ളി വെളിച്ചം പോലും ഇല്ല. ഇവരെങ്ങനെ, അതും കേറ്റാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് വന്നത്. അപ്പൊ തിരിച്ച് നമ്മൾ പോകുമ്പോൾ ഫുൾ കേറ്റാണ്. അതും അത്രയും പ്രായമുള്ള രണ്ട് ആൾക്കാർ ഈ കയറ്റം. ഞങ്ങൾ തന്നെ ഭയങ്കര സ്പീഡിലാണ് നടക്കണം, കാരണം ഇരുട്ടായി, നമുക്ക് പിന്നെ നാളെ വർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ സ്പീഡിലാണ് നടക്കണേ. നമ്മളേ സ്പീഡിൽ അവർ പോയി. പിന്നെ അവരുടെ ഒരു ഒച്ചയോ, കാരണം ആ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ യു പിൻ പോലെ അങ്ങനെയാണ്. അതായത് നമ്മളിങ്ങനെ കയറി പിന്നെ യു പോലെ ഇങ്ങനെ യു പിൻ പോലെ അങ്ങനത്തെ വഴിയാണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ ഏതെങ്കിലും ഒരു വളവിലോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു ദൂരത്തെങ്കിലും നമ്മൾ കണ്ടില്ല. അതൊക്കെ സത്യമാണ്. പക്ഷെ എന്നാലും എനിക്ക് അവർ പ്രേതാന്ന് വിശ്വസിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇവരെന്നെ പറ്റിക്കാന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ഇവരെന്നെ പേടിപ്പിക്കാന്ന്. നീ എന്താ അങ്ങോട്ട് നോക്കി ചിരിച്ചിരിക്കണേ? പ്രേതം പല സംഭവങ്ങളും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും കാണാനൊരു ഭാഗ്യം കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ആ ഭാഗ്യം എന്റെ ജീവിതത്തില് എന്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഭാഗ്യങ്ങളൊന്നും വേണ്ട. ഞാൻ ഓരോ പ്രേത സിനിമ കാണുമ്പോഴും ഞാൻ വിചാരിക്കുന്ന കാര്യം, ഈ ആൾക്കാർ അങ്ങോട്ട് പോയി അവരെ തോണ്ടേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു വെറുതെ ഒരു ബംഗ്ലാവ് അങ്ങോട്ട് പോയിട്ട് ബംഗ്ലാവ് തുറന്നു വെക്കുക, അവിടെ പോണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോവുക, ഇതൊക്കെയാണ് സിനിമകളിൽ അവർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും ഉണ്ടാതെ അവർക്ക് അവരുടെ കാര്യം നോക്കിയിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമോ, ഞാൻ എപ്പോഴും വിചാരിക്കും. ഇതിപ്പോ അതൊന്നും ഉണ്ടായില്ല. അവര് നമ്മളുടെ അടുത്ത് വന്നു, നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു, നമ്മൾ അവരോട് ഭയങ്കര കാഷ്വൽ ആയിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ചു. അവർക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവര് പോയി. നമ്മളിപ്പോ അതിനനുസരിച്ച് അവര് പിന്നാലെ പോയി നോക്കാൻ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായേനെ. നമ്മൾ അതിനൊന്നും നിന്നില്ല. സോ സിമ്പിൾ. എനിക്ക് ഉറക്കം വരുന്നു. അപ്പൊ ശരി ഗൈസ്, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോ വീടെത്തി. ഞങ്ങള് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. വീണ്ടും പിന്നെയും ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ചു. എനിക്കറിയില്ല എന്തൊക്കെ അതിൽ വരില്ല എന്നൊന്നും വരുമോ. അപ്പോൾ ബൈ എല്ലാവർക്കും, ഗുഡ് നൈറ്റ്.